അപ്പോൾ ഗായ്സ് നമ്മുടെ കയ്യിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ 5ൻ്റെ പൈസ ഇല്ല, ഒരു കാര്യത്തിനും പൈസ ഇല്ല. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറച്ച് പൈനാപ്പിളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അത് പറിച്ച് കൊണ്ടുപോയി വിൽക്കാം നമുക്ക്. വാ. രാവിലെ എഴുന്നേറ്റ് ചുമ്മാ പറമ്പിലൂടെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് പൈനാപ്പിൾ എല്ലാം പഴുത്ത് കിടക്കുന്നത് കണ്ടിരുന്നത്. പിന്നെ അത് കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ ഇത് കിടന്നു കഴിഞ്ഞാൽ ആരും തിന്നുമില്ല. കാട്ടുപന്നി അതുപോലെ തന്നെ ആനയുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പറമ്പിൽ ഇങ്ങനെ വെറുതെ പഴുത്ത് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ട് ആ മൃഗങ്ങളൊക്കെ വരും. പിന്നെ ഈ പൈനാപ്പിളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് തന്നെ ഉണ്ടായിക്കോളും. എല്ലാ വർഷവും നമ്മൾ പോയിട്ട് പൈനാപ്പിൾ പറിച്ചാൽ മാത്രം മതി, പറമ്പിൽ കിടന്നത് തന്നെ ഉണ്ടായിക്കോളും. അതാണ് ഇതിനു കൊണ്ടുള്ള ആകെ ഒരു ഉപകാരം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇത്രയും പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നല്ല മഴയാണ്, കണ്ടില്ലേ ഗായ്സ്, നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയ്ക്ക് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പൈനാപ്പിളും കയ്യിലെടുത്തിട്ട് നേരെ ടീ സ്റ്റോറി കൊടുത്താൽ കുറച്ച് പൈസ തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ പാച്ചുവേട്ടന് മുമ്പിലെത്തി. ഇത് പൈനാപ്പിൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അത് വാങ്ങി വെച്ചു. എന്തായാലും വൈകുന്നേരം നമുക്ക് ജിപേയിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ പൈസ, അതുകൊണ്ട് എത്ര രൂപയെന്ന് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. പുറത്ത് നല്ല മഴ പിന്നെയും തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്.